കീശയിൽ പിൻ ചെയ്തു വെച്ച QR കോഡ് വഴി കല്യാണ വീടിന്റെ മുറ്റത്തുനിന്ന് പണം വാങ്ങുന്ന ഗൃഹനാഥൻ എന്ന പേരിൽ പ്രചരിക്കുന്ന ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലാണ്. നിങ്ങളിൽ പലരും കണ്ടിട്ടുമുണ്ടാകും. റീൽ ചിത്രീകരണത്തിന് വേണ്ടി ചെയ്ത കാര്യം മറ്റൊരാളെടുത്ത് സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചപ്പോൾ വെട്ടിലായത് ആലുവക്കാരൻ അബ്ദുൾ ലത്തീഫാണ്. സൈബർ ആക്രമണം കാരണം പൊറുതി മുട്ടിയിരിക്കുകയാണ് ലത്തീഫ് ഇപ്പോൾ. ആ വൈറൽ വീഡിയോ കാരണം പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമാണെന്ന് മഹല്ല് ട്രഷററും മുസ്ലിം ലീഗിന്റെ പ്രാദേശിക നേതാവും കൂടിയായ അബ്ദുൾ ലത്തീഫ് പറയുന്നു. അർജുൻ മട്ടന്നൂരിന്റെ റിപ്പോർട്ട് കാണാം. വിവാഹ വീട്ടിൽ സംഭാവന വാങ്ങാൻ വേണ്ടി QR കോഡ് കീശയിൽ കുത്തി നിൽക്കുന്ന ഗൃഹനാഥൻ എന്ന പേരിൽ ഒരു ദൃശ്യം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഇത് തെറ്റിദ്ധാരണ മൂലം പ്രചരിച്ചതാണ് എന്നാണ് ഈ ദൃശ്യത്തിലുള്ള ആളുകൾ തന്നെ പറയുന്നത്. ഇദ്ദേഹം ആലുവ സ്വദേശിയായ അബ്ദുൾ ലത്തീഫാണ്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്? അതെ, നമ്മുടെ ഈ കഴിഞ്ഞ 26-ാം തീയതി ശനിയാഴ്ച ജ്യേഷ്ഠന്റെ വീട്ടിൽ കല്യാണമായിരുന്നു, മകന്റെ കല്യാണമായിരുന്നു. കല്യാണവുമായി ബന്ധപ്പെട്ട് അവിടെ ഞങ്ങള് ഒരു റീൽസ് ഓൾറെഡി ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് അവരെല്ലാവരും ഒത്തുകൂടിയപ്പോ അപ്പൊ തന്നെ വേദന തൊട്ടടുത്ത് ഒരു കടയിൽ നിന്ന് സ്കാനറൊക്കെ മേടിച്ച് റീൽസ് എടുത്തതാണ്. ആ റീൽസിന്റെ ഇടയിൽ അവിടെ നിന്നൊരു പയ്യൻ അപ്പൊ കാണിച്ച ഒരു സീൻ അവൻ ഇൻസ്റ്റാഗ്രാമിൽ ഇട്ട് അതാണ് വൈറലായത്. അതാണ് നിലവിൽ സംഭവിച്ചത്. അത് ഇതുമായിട്ടൊരു ബന്ധവുമില്ല. ശേഷം അനുഭവിക്കുന്ന ഒരു പ്രശ്നങ്ങൾ എന്തൊക്കെയാ? പ്രശ്നം വളരെ മോശമാണ്. വീട്ടില് ആകെ വിഷയമാണ്. മറ്റൊരു കുടുംബക്കാരും ആകെ പ്രശ്നത്തിലാണ്. അവർക്കൊക്കെ അസ്വസ്ഥതയാണ്. മക്കളൊന്നും ഒക്കെ എതിരായി. നെഗറ്റീവ് കമന്റ് വന്നുകൊണ്ടിരിക്കുകയാണ്. നെഗറ്റീവ് കമന്റ് എന്ന് പറഞ്ഞാൽ തീരെ മോശം നെഗറ്റീവ്. അത് സത്യാവസ്ഥ അറിഞ്ഞിട്ട് വേണ്ട ഈ കമന്റ് ഇടുന്നവരും ശ്രദ്ധിക്കേണ്ടത്. ഇത് എന്താണ് സംഭവിച്ചതെന്നോ QR കോഡായിട്ട് നിൽക്കുന്നത് ആസ്വദിക്കണേ. കാരണം എല്ലാവർക്കും ഇഷ്ടമായി. ഇങ്ങനെ ഒരു സംഭവം കണ്ടപ്പോ ഒരു വെറൈറ്റി. കാരണം അവരിൽ അപ്പൊ കൂടിയവർക്ക് എല്ലാവർക്കും അറിയാം ഞങ്ങൾ റീൽസ് ചെയ്യണമെന്നവരാണ്, റീൽസ് പാർട്ടി ആണെന്ന്. നിങ്ങൾ എല്ലാരും കൂടിയാണ് ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ഉണ്ടാക്കിയത്. പക്ഷെ അത് വിചാരിച്ച ലക്ഷ്യമായിരുന്നില്ല. നടന്നില്ല സംഭവം. ഇത് ഞങ്ങളെ കൂടി സ്പോട്ട് എഡിറ്റ് എന്ന് പറഞ്ഞ ഒരു ചാനല് സ്വന്തമായിട്ട് സെറ്റ് ചെയ്തേക്കുന്നതാണ്. അപ്പൊ ഞങ്ങൾ അതിനകത്ത് റീൽസുകളൊക്കെ അങ്ങനെ എടുത്ത് ഇടുന്നു. അങ്ങനെ കുറച്ചാളത്തേക്ക് നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പുള്ളിയുടെ ചേട്ടന്റെ മോന്റെ കല്യാണം വന്നു കഴിഞ്ഞപ്പോ ഞങ്ങളത് ഇടാന്നുള്ളൊരു പരിപാടിയിൽ അന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. അത് ഷൂട്ട് ചെയ്യണതിന്റെ ഇടയിൽ ഒരു കൊച്ച് മൊബൈലിൽ എടുക്കണ്ടായിരുന്നു. അത് വീഡിയോ ആണെന്നുള്ളത് നമുക്കറിയില്ലായിരുന്നു. പുള്ളി ഇട്ട് അത് വൈറലായി. വേറെ ബ്ലോഗ് ചെയ്യുന്ന ആൾക്കാരുണ്ടല്ലോ, അവരൊക്കെ ഇത് എടുത്തിട്ട് റിപ്പീറ്റ് ചെയ്ത് പല വേർഡ്സിന് കൊടുത്തിട്ട് ഇത് വന്നു കഴിഞ്ഞപ്പോ മൊത്തത്തിൽ അത് ഭയങ്കര വൈറലായി. രസകരമായി ചെയ്ത ഒരു റീൽ വീഡിയോ ആണ്. പക്ഷേ അത് മറ്റൊരു ഫലമാണ് ഉണ്ടാക്കിയത്. മറ്റു പലരും അത് അവർക്ക് തോന്നുന്ന തരത്തിൽ പ്രചരിപ്പിക്കുന്നു. അത്തരത്തിൽ വലിയ ബുദ്ധിമുട്ട് നാട്ടിലും വീട്ടിലും ഒക്കെ തന്നെ അനുഭവിക്കുകയാണ് ലത്തീഫ്. എന്തായാലും യാഥാർത്ഥ്യം ഇതാണ്. വീഡിയോ ജേർണലിസ്റ്റ് പ്രദീപ് കുമ്പിടിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ മട്ടന്നൂർ, ഇൻ റിപ്പോർട്ടർ, കൊച്ചി. ഒരു റീല് കാരണം റിയൽ ലൈഫിൽ വന്നിട്ടുള്ള ആ ഒരു പ്രശ്നം കണ്ടില്ലേ? അപ്പോ റീൽസ് ഒക്കെ എടുക്കുമ്പോൾ എല്ലാവരും സൂക്ഷിച്ചൊക്കെ എടുക്കണം കേട്ടോ.